വാഴയുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിച്ച് വിളവിന് കുറവ് വരുത്തുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് കുമിൾ രോഗങ്ങൾ, ബാക്ടീരിയൽ രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ മുതലായവ. ഇതിൽ കുമിൾ രോഗങ്ങളാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. മഴ കൂടുതലുള്ള കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കുമിൾ രോഗങ്ങൾ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുമിൾ രോഗമാണ് സിഗറ്റോക്ക എലപ്പുള്ളി രോഗം. ഇലയിൽ കണ്ണിൻ്റെ ആകൃതിയിലുള്ള ബ്രൗൺ നിറത്തിലുള്ള പുള്ളികൾ ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ ലക്ഷണം. ഈ പുള്ളികൾ പിന്നീട് കൂടിച്ചേർന്ന് ഇലകൾ കരിയുന്നു. രോഗാണുക്കൾ രോഗം ബാധിച്ച സ്ഥലത്തു നിന്നും വായുവിലൂടെ പുതിയ ഇലകളിലേക്ക് വ്യാപിക്കുന്നതുകൊണ്ട് രോഗം ബാധിച്ച ഇലകൾ മുറിച്ചു മാറ്റേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പൊട്ടാഷ് വളം കുറയുകയാണെങ്കിൽ ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി ഈ രോഗത്തെ നിയന്ത്രിക്കാനുള്ള ജൈവമാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് എന്ന മിത്ര ബാക്ടീരിയ കന്നിൽ മുക്കുക, അതുപോലെ തന്നെ ഇലയിൽ തെളിക്കുക. മറ്റൊരു ജൈവമാർഗ്ഗമാണ് ഗോമൂത്രം 10 ഇരട്ടി നേർപ്പിച്ച് ഇലയിൽ തെളിക്കുകയാണെങ്കിൽ ഈ രോഗത്തെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അഖിലേന്ത്യാ ഏകോപിത പലവർഗ ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു നിർദ്ദേശമാണ് പലതരത്തിലുള്ള കുമിൾനാശിനികൾ മാറി മാറി ഉപയോഗിക്കുക എന്നുള്ളത്. ഈ കുമിൾനാശിനികൾ മിനറൽ ഓയിൽ 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഇലയിൽ തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ രോഗത്തെ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. വാഴയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കുമിൾ രോഗമാണ് ഫ്യൂസേരിയം വാട്ടം അല്ലെങ്കിൽ പനാമ വാട്ടം. പൂവൻ, ഞാലിപ്പൂവൻ, കദളി എന്നീ ഇനങ്ങളിൽ വളരെ രൂക്ഷമായി കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വാഴയുടെ പുറത്തെ കൈകൾ മഞ്ഞളിച്ച് ഒടിഞ്ഞു തൂങ്ങുക, പിണ്ടിയിൽ വിള്ളലുകൾ ഉണ്ടാവുക, അതുപോലെ തന്നെ അത്തരം വാഴ പറിച്ചു നോക്കിയാൽ മാണത്തിൽ കറുത്ത വലയങ്ങൾ പ്രത്യക്ഷപ്പെടും. ഇതൊക്കെയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ഈ രോഗത്തെ നിയന്ത്രിക്കാൻ മണ്ണിൽ സ്യൂഡോമോണാസ് ട്രൈക്കോഡെർമ എന്നിവ 50 ഗ്രാം വീതം ചേർത്ത് കൊടുക്കുകയാണ്. മണ്ണിൽ കുമ്മായം ചേർത്ത് കൊടുക്കുന്നതും ഈ രോഗത്തെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. രാസമാർഗ്ഗങ്ങളിൽ ഏറ്റവും പ്രധാനം കാർബൻഡാസിം എന്ന കുമിൾനാശിനിയുടെ ഉപയോഗമാണ്. വാഴയെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ രോഗമാണ് മാണം അഴുകൽ രോഗം. ഇത് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ഈ രോഗം വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നേന്ത്രൻ ഇനം വാഴ ഏറ്റവും കൂടുതലായിട്ട് രോഗം കണ്ടുവരുന്ന ഒരു ഇനമാണ്. ഈ രോഗത്തിൻ്റെ ലക്ഷണം വാഴയുടെ പുറത്തെ ഇലകൾ മഞ്ഞളിച്ച് ഒടിയുക, മാണം അഴുകുന്നതുകൊണ്ട് ചെടിക്ക് ബലം കുറയുക, ക്രമേണ മാണമഴുകൽ രൂക്ഷമാകുമ്പോൾ വാഴ മറിഞ്ഞു വീഴുക എന്നിവയാണ്. അത്തരം മറിഞ്ഞു വീഴുന്ന വാഴകൾ മാണം മുറിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ദുർഗന്ധമുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗം ചീഞ്ഞ് ദ്രവിച്ചിട്ടുണ്ടായിരിക്കും. മാണമഴുകൽ രോഗത്തെ നിയന്ത്രിക്കാൻ ബ്ലീച്ചിങ് പൗഡർ 1 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ കലക്കിയത് 5 ലിറ്റർ വീതം വാഴയുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും ഫലപ്രദമാണ്. ബ്ലീച്ചിങ് പൗഡർ ഒഴിച്ച് 10 ദിവസം കഴിഞ്ഞാൽ 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ കലക്കിയത് 5 ലിറ്റർ വീതം ഓരോ വാഴയ്ക്കും മണ്ണിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. വാഴയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങളാണ് കൂമ്പടപ്പ് അല്ലെങ്കിൽ ബഞ്ചിടോപ്പ്, കൊക്കാൻ രോഗം അല്ലെങ്കിൽ ബ്രാക്ട് മൊസൈക്ക്, വെള്ളരി മൊസൈക്ക്, സ്ട്രീക്ക് എന്നിവ. ഇതിൽ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏറ്റവും രൂക്ഷമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന രോഗമാണ് കൊക്കാൻ രോഗം. ഈ രോഗം പരത്തുന്നത് മുഞ്ഞകളാണ്. വൈറസ് രോഗമായതുകൊണ്ട് തന്നെ ഈ രോഗത്തെ നിയന്ത്രിക്കാൻ നമുക്ക് മരുന്നുകളില്ല. അതിനാൽ നല്ല നടീൽ വസ്തു തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വൈറസ് ഇൻഡെക്സിങ് ചെയ്ത നടീൽ വസ്തുക്കൾ നടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ തോട്ടത്തിൽ വൈറസ് ബാധിച്ച ചെടികൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റി നശിപ്പിക്കേണ്ടതാണ്.